നമസ്കാരം, NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാന സർക്കാർ ആശാവർക്കർമാരോട് കാണിക്കുന്ന അവഗണന ഉടൻ അവസാനിപ്പിക്കണമെന്ന് INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി. കേരള പ്രദേശ് ആശാ വർക്കേഴ്സ് കോൺഗ്രസ് INTUC തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പേരാമ്പ്ര സെന്റ് ആന്റണീസ് പള്ളിയിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാൾ ജൂൺ 15 ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. താമസിക്കുന്ന വാർഡ് പരിധിയിൽ തന്നെ പോളിംഗ് ബൂത്തുകൾ സജ്ജമാക്കണമെന്ന് പുതുക്കാട് തെക്കേത്തുറവ് നിവാസികൾ. സ്വന്തം പ്രദേശത്ത് പോളിംഗ് ബൂത്ത് അനുവദിക്കണമെന്ന ആവശ്യവുമായി ഇവർ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു. യുവജനങ്ങൾക്ക് തങ്ങളുടെ അഭിരുചിക്കനുയോജ്യമായ തൊഴിൽ മേഖലകൾ തിരഞ്ഞെടുക്കാൻ ലക്ഷ്യമിട്ടുള്ള നൈപുണി വികസന കേന്ദ്രത്തിന്റെ പ്രവർത്തനം പുതുക്കാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. സംസ്ഥാന സർക്കാർ ആശാവർക്കർമാരോട് കാണിക്കുന്ന അവഗണന ഉടൻ അവസാനിപ്പിക്കണമെന്ന് INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി. കേരള പ്രദേശ് ആശാ വർക്കേഴ്സ് കോൺഗ്രസ് INTUC തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൂൺ 6 കരിദിനാചരണത്തിന്റെ ഭാഗമായി തൃശൂർ സ്വരാജ് റൌണ്ടിൽ കറുപ്പ് വസ്ത്രമണിഞ്ഞ് നടത്തിയ പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരള പ്രദേശ് ആശാ വർക്കേഴ്സ് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ശകുന്തള സജീവ് അധ്യക്ഷത വഹിച്ചു. INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് KN നാരായണൻ, ജില്ലാ സെക്രട്ടറി വിദ്യ രമേശ്, വിജിനി ഗോപി, KV ജ്ഞാനേശ്വരി, R രജനി, സുമ ഗിരിജൻ എന്നിവർ നേതൃത്വം നൽകി. കേരളത്തിലെ ആശാപ്രവർത്തകര് ഏറ്റവും താഴെത്തട്ടില്, സമൂഹത്തിന്റെ താഴെത്തട്ടില് സേവന പ്രവർത്തകരായിട്ട് നീങ്ങുന്ന സഹോദരിമാരെ എത്രയോ വർഷങ്ങളായി അവരുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി സമരവുമായി മുന്നോട്ട് പോകുകയാണ്. പേരാമ്പ്ര സെന്റ് ആന്റണീസ് പള്ളിയിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാൾ ജൂൺ 15 ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഈ വർഷം 11,000 പേർക്കാണ് ഊട്ടുതിരുനാളിന് നേർച്ചഭക്ഷണം ഒരുക്കുന്നത്. തിരുനാളിന്റെ ഭാഗമായി 14 വരെ നവനാൾ തിരുക്കർമ്മങ്ങൾ നടക്കും. 14 വൈകിട്ട് ഫാദർ ജോസഫ് മാളിയേക്കലിന്റെ കാർമ്മികത്വത്തിലുള്ള വിശുദ്ധ കുർബാനയ്ക്കു ശേഷം വിശുദ്ധ അന്തോണീസിന്റെ തിരുസ്വരൂപം പുറത്തേക്ക് എഴുന്നള്ളിച്ചു വയ്ക്കും. അന്തോണി നാമധാരികളുടെ സംഗമവും ഉണ്ടാകും. തിരുനാൾ ദിനമായ 15 രാവിലെ ഫാദർ ജോബി കുര്യൻ വടക്കുന്നെലിന്റെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന, ഊട്ട് നേർച്ച വെഞ്ചിരിപ്പ്, 10:30 ഫാദർ അമൽ മാളിയേക്കലിന്റെ കാർമ്മികത്വത്തിൽ ആഘോഷമായ തിരുനാൾ കുർബാന, ലതീഞ്ഞ് നൊവേന, ഫാദർ ജിജി കുന്നേലിന്റെ സന്ദേശം, തുടർന്ന് പ്രദക്ഷിണം, തിരുസ്വരൂപം അൾത്താരയിൽ തിരികെ പ്രതിഷ്ഠിക്കൽ, നേർച്ച സദ്യ എന്നിവ നടക്കും. വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ഷാജു കാച്ചപ്പള്ളി, കൈക്കാരൻ ബാബു ഐസക്, ജനറൽ കൺവീനർ പോൾസൺ ആലപ്പാട്ട്, പബ്ലിസിറ്റി കൺവീനർ വർഗീസ് പന്തല്ലൂക്കാരൻ എന്നിവർ പങ്കെടുത്തു. 14-ാം തീയതി ശനിയാഴ്ച വൈകിട്ട് അത്ഭുത തിരുസ്വരൂപം കൂട്ടിന് നടക്കുകയും ആ അത്ഭുത തിരുസ്വരൂപം കാണുകയും തുടർന്ന് പ്രദക്ഷിണവും ആഘോഷമായ പ്രദക്ഷിണവും 14-ാം തീയതി ശനിയാഴ്ച നടത്തപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ തൊഴിലായിട്ട് പോകും അറിഞ്ഞിരിക്കുന്നത് ഇതൊന്നും ഇഷ്ടമാണ് ഇതിനകത്ത് ഈ സംഘടനയുടെ എല്ലാ യാത്രക്കാരങ്ങളും ഞാൻ അറിഞ്ഞു. ഇതിന്റെ ദുരന്തവും ബാക്കി എന്നോട് സഹകരിച്ച ബാക്കി എല്ലാവർക്കും അതിന്റെ ആഘോഷിക്കാൻ കഴിയുന്നു. അതോടൊപ്പം തന്നെ ജനങ്ങളുടെ സജീവ പങ്കാളിത്തം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. താമസിക്കുന്ന വാർഡ് പരിധിയിൽ തന്നെ പോളിംഗ് ബൂത്തുകൾ സജ്ജമാക്കണമെന്ന് പുതുക്കാട് തെക്കേത്തുറവ് നിവാസികൾ. സ്വന്തം പ്രദേശത്ത് പോളിംഗ് ബൂത്ത് അനുവദിക്കണമെന്ന ആവശ്യവുമായി ഇവർ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു. പുതുക്കാട് നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പ്രദേശമാണ് പുതുക്കാട് ഗ്രാമപഞ്ചായത്തിലെ 15, 16, 17 വാർഡുകൾ ഉൾക്കൊള്ളുന്ന തെക്കേ തുറവ്. കാലങ്ങളായി പ്രദേശത്തു നിന്നും 3.5 കിലോമീറ്റർ അകലെയുള്ള പുതുക്കാട് സെന്റ് സേവിയേഴ്സ് കോൺവെന്റ് UP സ്കൂളിലാണ് ഇവർക്കുള്ള പോളിംഗ് ബൂത്തുകൾ സജ്ജമാക്കുന്നത്. 15 വർഷം മുൻപ് നടന്ന ഒരു തെരഞ്ഞെടുപ്പിൽ
നിലവിൽ പുതുക്കാട് മൃഗാശുപത്രി പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ ഇവർക്കായി പോളിംഗ് ബൂത്തുകൾ ക്രമീകരിച്ചിരുന്നു. പിന്നീട് മൃഗാശുപത്രി പ്രവർത്തനം ആരംഭിച്ചപ്പോൾ പോളിംഗ് ബൂത്തിനായി സ്ഥലം കണ്ടെത്താൻ കഴിയാത്തതോടെയാണ് ഇവർക്ക് വോട്ട് ചെയ്യാൻ ഏറെ ദൂരം സഞ്ചരിക്കേണ്ടതായി വന്നത്. ഈ വാർഡുകളിലെ വയോധികരും ഭിന്നശേഷിക്കാരും ഉൾപ്പെടെ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. ഞങ്ങൾ തെക്കേതുറവ് പുതുക്കാട് ഗ്രാമപഞ്ചായത്തിലെ ഇപ്പോഴത്തെ 16-ാം വാർഡ് നിവാസിയും 17-ാം വാർഡിലെയും 15-ാം വാർഡിലെ നിവാസിനാണ് ഇവിടെ നിൽക്കുന്നത്. ഞങ്ങൾ വർഷങ്ങളായിട്ട് ഞങ്ങൾ ഇവിടുന്ന് വോട്ട് ചെയ്യാൻ പോകണമെങ്കിൽ നമ്മുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കണമെങ്കിൽ ഇവിടുന്ന് ഏകദേശം ഒരു 3.5 കിലോമീറ്റർ ദൂരം പുതുക്കാട് സെന്റ് സേവിയേഴ്സ് കോൺവെന്റിലേക്ക് പോകണം. എന്നാൽ എന്റെ ഓർമ്മ വെച്ച് പറയുന്ന ഒരു 15 വർഷം മുന്നേ നമ്മൾ ഈ കാണുന്ന മൃഗാശുപത്രിയുടെ മുന്നില് നമുക്കൊരു പോളിംഗ് ബൂത്ത് ഇവിടെ അനുവദിച്ചിരുന്നു. പുതുക്കാട് പഞ്ചായത്തിലെ 15, 16, 17 വാർഡ് ഉൾപ്പെടുന്ന പോളിംഗ് ബൂത്ത് തെക്കേത്തുറയിലെ SNDP ഹാളിലോ അല്ലെങ്കിൽ സെന്റ് ആൻസ് പള്ളിയുടെ ഹാളിലോ കൊണ്ടുവരികയാണെങ്കിൽ വളരെ ഉത്തമമായിരിക്കും. ജനങ്ങൾക്കൊക്കെ ഏറ്റവും ഉപകാരപ്രദമായിരിക്കും. തുറവ് റെയിൽവേ ഗേറ്റ് കടന്നു വേണം ഇവർക്ക് പുതുക്കാട്ടേക്ക് പോകാൻ. ദിവസത്തിൽ പല തവണകളിലായി ഏറെ നേരം ഗേറ്റ് അടച്ചിടുന്നതോടെ പലരും വോട്ട് ഒഴിവാക്കാൻ നിർബന്ധിതരാകുന്നതായും ഇവർ പറയുന്നു. ഞങ്ങൾക്ക് ഈ 17-ാം വാർഡിൽ ബൂത്ത് വേണം. ഒരു 10, 15, 16 കൊല്ലമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നതാണ്. അത് പെട്ടെന്ന് പോയി. അതിന്റെ പേരിൽ എല്ലാം കുറെ ആൾക്കാർക്ക് വയസ്സായവരുണ്ട്. അവർക്കും അങ്ങോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. അതിന്റെ പേരിൽ അങ്ങോട്ട് ബൂത്ത് വേണം. തെക്കേത്തുറവ് സെന്റ് ആന്റണീസ് പാരിഷ് ഹാൾ, SNDP ഹാൾ എന്നീ സ്ഥലങ്ങളിൽ പോളിംഗ് ബൂത്തുകൾ ക്രമീകരിക്കാൻ കഴിഞ്ഞാൽ വാർഡ് പരിധിയിൽ തന്നെ തങ്ങൾക്ക് വോട്ട് ചെയ്യാൻ കഴിയുമെന്നും വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഈ സൗകര്യം ഒരുക്കണമെന്ന ആവശ്യവുമായി ഇവർ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും ജില്ലാ കളക്ടർ, പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എന്നിവർക്കും അപേക്ഷ നൽകിയിട്ടുണ്ട്. അതേസമയം ഇവർ ചൂണ്ടിക്കാണിക്കുന്ന ഇടങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുശാസിക്കുന്ന നിബന്ധനകൾക്ക് അനുയോജ്യമല്ലെന്നും പോളിംഗ് ബൂത്തുകൾ ക്രമീകരിക്കുന്ന വേളയിൽ ഇവരുടെ ആവശ്യങ്ങൾ ന്യായമായും പരിഗണിക്കുമെന്നും പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു. 2025-ഉം 2026-ഉം ഒക്കെ തെരഞ്ഞെടുപ്പിന്റെ വർഷങ്ങളാണ്. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് 15, 16, 17 വാർഡുകൾ ഉൾപ്പെടുന്ന തെക്കേത്തുറവ് നിവാസികൾക്ക് നിലവിൽ വോട്ട് ചെയ്യാൻ 3.5 കിലോമീറ്ററിലേറെ സഞ്ചരിക്കേണ്ട സാഹചര്യമാണ്. നിലവിൽ തങ്ങൾക്ക് വോട്ട് ചെയ്യാൻ വാർഡിൽ തന്നെ സ്ഥലങ്ങളുണ്ടെന്ന് വോട്ടർമാർ പറയുന്നു. അവരുടെ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് തന്നെയാണ് നാട്ടുകാരുടെ പ്രതീക്ഷ. ക്യാമറാമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. യുവജനങ്ങൾക്ക് തങ്ങളുടെ അഭിരുചിക്ക് അനുയോജ്യമായ തൊഴിൽ മേഖലകൾ തിരഞ്ഞെടുക്കാൻ ലക്ഷ്യമിട്ടുള്ള നൈപുണ്യ വികസന കേന്ദ്രത്തിന്റെ പ്രവർത്തനം പുതുക്കാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചു. സമഗ്ര ശിക്ഷ കേരളം സ്റ്റാർസ് പദ്ധതിയുടെ ഭാഗമായി കൊടകര BRCയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച കേന്ദ്രം KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, SSK ജില്ലാ പ്രോജക്ട് കോർഡിനേറ്റർ NJ ബിനോയ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അൽജോ പുളിക്കൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സതി സുധീർ, പഞ്ചായത്ത് അംഗം ഷാജു കാളിയങ്കര, ബ്ലോക്ക് പ്രോജക്ട് കോർഡിനേറ്റർ TR അനു, പ്രിൻസിപ്പൽ ഡോക്ടർ CJ ബിന്ദു, PTA പ്രസിഡന്റ് CT ജോസഫ്, സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ കോർഡിനേറ്റർ സ്മൃതി K ഹരിലാൽ എന്നിവർ പ്രസംഗിച്ചു. എല്ലാവരും കൂടി ചേർന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഈ ചെയ്യുന്ന കാര്യങ്ങൾ പിടിച്ചു വലിക്കാനും തടസ്സപ്പെടുത്താനും നമുക്ക് ഒന്നും നടക്കുന്നില്ല. ഇത് ഇവിടെ നല്ല ഒരു ഇതാണ്. ഇപ്പൊ രാവിലെ വന്നപ്പോ ഇവിടെ 1950 വാട്ടർ ബോട്ടിൽ ഹൈസ്കൂളിന്റെ ഭാഗമായിട്ട് ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ സൌഹൃദ ക്ലബിന്റെ നേതൃത്വത്തിൽ നിയമാവബോധ ക്ലാസ് സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് പ്രിയങ്ക രാജ് ക്ലാസ് നയിച്ചു. അധ്യാപകരായ CP ജോബി, സംഗീത ചന്ദ്രൻ, സൌഹൃദ ക്ലബ് കോർഡിനേറ്റർ EP സന്ധ്യ എന്നിവർ പ്രസംഗിച്ചു. കർഷക സംഘം നന്ദിപുരം മേഖലാ സമ്മേളനം സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം TA രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. TG അശോകൻ അധ്യക്ഷനായിരുന്നു. MR രഞ്ജിത്ത്, MV സതീഷ് ബാബു, കാർത്തിക ജയൻ, ഹേമലത നന്ദകുമാർ, ES ഗിരീഷ്, CN രാജീവൻ എന്നിവർ പ്രസംഗിച്ചു. TG അശോകനെ പ്രസിഡന്റായും ES ഗിരീഷിനെ സെക്രട്ടറിയായും ഹേമലത നന്ദകുമാറിനെ ട്രഷററായും തിരഞ്ഞെടുത്തു. നന്ദിപുരം മാഞ്ഞൂർ ബാലബോധോദയം ലോവർ പ്രൈമറി സ്കൂൾ സപ്തതി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ശനിയാഴ്ച രാവിലെ 9:30 KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. സ്കൂളിന്റെ ആദ്യ ബാച്ച് 1956-57 വർഷത്തെ വിദ്യാർത്ഥികളെ ആദരിക്കലും പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമവും ഇതോടൊപ്പം നടക്കും. പുതുക്കാട് മേരിമാത ICSE ISC സ്കൂളിൽ പരിസ്ഥിതി ദിനാചരണം പ്രിൻസിപ്പൽ സാലി ഉദ്ഘാടനം ചെയ്തു.
മാനേജർ സിസ്റ്റർ ടി.ജി. അധ്യക്ഷയായി. കുട്ടികൾക്ക് വൃക്ഷത്തൈ വിതരണം ചെയ്തു. പ്ലക്കാർഡുമായി വിദ്യാർത്ഥികൾ കാൽനട റാലിയും സൈക്കിൾ റാലിയും നടത്തി. അളഗപ്പ നഗർ പഞ്ചായത്ത് തല പരിസ്ഥിതി ദിനാഘോഷം വെഡൂർ സെന്റ് മേരീസ് യു.പി. സ്കൂളിൽ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് കെ. രാജേശ്വരി അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ലാസർ താണിക്കൽ ഉദ്ഘാടനം ചെയ്തു. കൃഷിഭവനിൽ നിന്ന് ലഭിച്ച ഫലവൃക്ഷ തൈകളായ മാവ്, പ്ലാവ്, സപ്പോട്ട എന്നിവയാണ് വെച്ചുപിടിപ്പിച്ചത്. പ്രധാന അധ്യാപിക സ്മിത സെബാസ്റ്റ്യൻ, കൃഷി ഓഫീസർ എൻ റോഷ്നി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ, വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ ജിജോ ജോൺ, ഫ്രിജോ, സ്റ്റാഫ് പ്രതിനിധി ജിസി ജോസഫ് എന്നിവർ പ്രസംഗിച്ചു. കാലാവസ്ഥ. കൂടിയ ചൂട് 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 24 ഡിഗ്രി സെൽഷ്യസ്. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ജനറൽ സർജറി, യൂറോളജി, റേഡിയോ ഡയഗ്നോസിസ്, ഗൈനക്കോളജി എന്നീ വിഭാഗങ്ങളിൽ നിലവിലുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ ഡോക്ടർമാരെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. ജൂൺ 9 രാവിലെ 11 പ്രിൻസിപ്പലിന്റെ കാര്യാലയത്തിലാണ് അഭിമുഖം. ബിരുദാനന്തര ബിരുദമോ അതിലധികമോ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. യൂറോളജിയിൽ 2ഉം, റേഡിയോ ഡയഗ്നോസിസിൽ 4ഉം, ഗൈനക്കോളജിയിൽ 3ഉം, ജനറൽ സർജറിയിൽ 2ഉം ഒഴിവുകളാണുള്ളത്. 73,500 രൂപയാണ് പ്രതിമാസ വേതനം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ, ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ കൌൺസിലിന്റെ സ്ഥിരം രജിസ്ട്രേഷൻ, പ്രവൃത്തി പരിചയം, പ്രായം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പുകളും സഹിതം ഇന്റർവ്യൂ ദിവസം രാവിലെ 10 മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ കാര്യാലയത്തിൽ ഹാജരാകണം. ഫോൺ നമ്പർ 048722003110. അളഗപ്പ നഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 വിഭാഗം ജൂനിയർ മാത്തമാറ്റിക്സിൽ താൽക്കാലിക അധ്യാപക ഒഴിവുണ്ട്. താൽപര്യമുള്ളവർ ജൂൺ 9 രാവിലെ 11 സ്കൂൾ ഓഫീസിൽ വെച്ച് നടക്കുന്ന ഇന്റർവ്യൂവിൽ പങ്കെടുക്കുക. സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 9,130 രൂപ, പവന് 73,040 രൂപ. ആമ്പല്ലൂർ പൂക്കോട് കിഴക്കേടത്ത് മനയിൽ പരേതനായ കെ. നാരായണൻ നമ്പൂതിരിയുടെ ഭാര്യ ES സാവിത്രി അന്തരിച്ചു. 78 വയസ്സായിരുന്നു. സനിൽ, സനോജ് എന്നിവർ മക്കളും നിഷ, മഞ്ജു, വൈഖരി എന്നിവർ മരുമക്കളുമാണ്. മോനുടി മഞ്ഞളി പൊറിഞ്ചുവിന്റെ ഭാര്യ സിസിലി അന്തരിച്ചു. 75 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാന സർക്കാർ ആശാവർക്കർമാരോട് കാണിക്കുന്ന അവഗണന ഉടൻ അവസാനിപ്പിക്കണമെന്ന് INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി. കേരള പ്രദേശ് ആശാ വർക്കേഴ്സ് കോൺഗ്രസ് INTUC തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പേരാമ്പ്ര സെന്റ് ആന്റണീസ് പള്ളിയിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാൾ ജൂൺ 15 ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. താമസിക്കുന്ന വാർഡ് പരിധിയിൽ തന്നെ പോളിംഗ് ബൂത്തുകൾ സജ്ജമാക്കണമെന്ന് പുതുക്കാട് തെക്കേത്തുറവ് നിവാസികൾ. സ്വന്തം പ്രദേശത്ത് പോളിംഗ് ബൂത്ത് അനുവദിക്കണമെന്ന ആവശ്യവുമായി ഇവർ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു. യുവജനങ്ങൾക്ക് തങ്ങളുടെ അഭിരുചിക്കനുയോജ്യമായ തൊഴിൽ മേഖലകൾ തിരഞ്ഞെടുക്കാൻ ലക്ഷ്യമിട്ടുള്ള നൈപുണി വികസന കേന്ദ്രത്തിന്റെ പ്രവർത്തനം പുതുക്കാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.